ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോസേജ് കൊണ്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ 3 സവാളയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കതിലേക്ക് ഇടാം. ഇനി സവാള ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. സവാള അപ്പോൾ പെട്ടെന്ന് വഴറ്റി കിട്ടും. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യുക കുറവാണെങ്കിൽ. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതാണ്. ഒരു 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിന് പകുതിയായിട്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, എരിവുള്ള പച്ചമുളകാണ് ഇട്ടേക്കണത്. ഞാൻ ഇവിടെ 2 എടുത്തിട്ടുള്ളൂ. എരിവ് അധികം കൂടണ്ടെന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയിട്ടൊക്കെ ഇടാം. പിന്നെ ഒരു 1.5 തക്കാളിയാണ്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് 1.5 എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. പിന്നെ ഇവിടെ ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ ആഷിക്ക് ക്യാപ്സിക്കം ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തെന്ന് മാത്രം. സോസേജൊക്കെ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. ഞാനൊരു പാക്കറ്റും പിന്നെ ഒരു എക്സ്ട്രാ ഒരു 4 കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മുളക് പൊടിയാണെങ്കിലും പച്ചമുളകൊക്കെ ആണെങ്കിലും. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു എരിവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ആഡ് ചെയ്യുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാനവിടെ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ അധികം ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് വെക്കുന്നത്. ചെറിയൊരു റോസ്റ്റ് പരുവത്തിലായിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടൊക്കെ വറ്റിച്ചെടുക്കുക. കറി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞ് കറി ഒന്ന് വറ്റിയെന്ന് വരുമ്പോഴത്തേക്കും ഞാൻ ഒരിത്തിരി സോയാ സോസ്, ഒരു 1/4 ടീസ്പൂൺ സോയാ സോസും ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ആഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് കറി നന്നായി വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലയും കൂടി ഞാനൊന്ന് മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക.